വെൽക്കം ടു ബിയാസ് കിച്ചൻ. ഇന്ന് നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ബീഫ് കറിയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 സവോള, 2 തക്കാളി, അല്പം പച്ചമുളക്, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില. ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ച വേപ്പിലയിൽ നിന്ന് അല്പം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ചേർക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി മുളകും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പകുതിയാണ് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പകുതി നമുക്ക് കറിക്ക് വഴറ്റുമ്പോൾ ആവശ്യമാണ്. 3 സവാള എടുത്തു വെച്ചതിൽ നിന്ന് 1 സവാളയാണ് ഞാൻ ഇതിലോട്ട് വേവിക്കാനായിട്ട് എടുക്കുന്നത്. തക്കാളിയും പകുതിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 5 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവർ കിട്ടാനാണ് ഇത് മുഴുവനായിട്ട് ചേർക്കുന്നത്. ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. തക്കാളിയും ബീഫും ഒരുമിച്ച് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാകും. ഇനി നല്ലപോലെ നമുക്കത് മിക്സാക്കി എടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 7-8 വിസിലോടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 10 ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ല ജീരകം, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കടുക് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. ഇനി പാൻ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്, കാരണം കരിഞ്ഞ് ബ്രൗൺ കളറായി പോകും. നമുക്ക് പകുതി വറവിലാണ് വേണ്ടത്. തേങ്ങയുടെ കളറൊന്ന് മാറിക്കിട്ടിയാൽ മതി. ഇപ്പോൾ തേങ്ങ ചെറുതായിട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയി കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്ക് ആ സമയം ഇതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ജീരകവും കടുകും ചേർത്ത് കൊടുക്കാം. ബീഫ് ഫസ്റ്റ് നമ്മൾ വേവിക്കാനിടുമ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. പിന്നെ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ജീരകവും കടുകും ഇട്ടതിന് ശേഷം ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വറുത്ത് വെച്ച തേങ്ങ നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നമ്മൾ 3 തക്കാളിയാണ് ഈ കറിക്ക് വേണ്ടി എടുത്തിരുന്നത്. അതിൽ പകുതി തക്കാളി ബീഫ് വേവിക്കാനായിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള തക്കാളിയൊക്കെ പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ബാക്കി വന്നതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി പൗഡറും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. തക്കാളി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 ഏലക്ക ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന
ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റുമ്പോൾ അതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടും. അവിടെ ഞാനൊരു സ്പൂൺ ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഇപ്പോൾ നല്ലപോലെ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് 3 നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാൻ. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റ് ഇതിലോട്ട് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പൊടികൾ കരിഞ്ഞു പോലെ നോക്കണം. ഈ സ്മെല്ല്, കറിയുടെ സ്മെല്ല് വേറായിട്ട് തീരും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മസാലകളെല്ലാം വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ബീഫ് വേവിച്ച് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 10 മിനിറ്റ് വെച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ കറിക്ക് വേണ്ടിയിട്ട് വറുത്ത് വെച്ച തേങ്ങയാണത്. തണുത്തതിന് ശേഷം ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതാണ്. നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് കറിയിലേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല, ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 4 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലോട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ അരപ്പ് ഒരു 3 മിനിറ്റ് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇതിൽ 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്ന നമ്മൾ ഇറച്ചിയിലോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യും. ഇങ്ങനെ 3 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് കറിയിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യും. അതുകൊണ്ടാണ് 3 മിനിറ്റ് ഇതിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അല്പം വെള്ളം വേണം. അത് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. മിനിറ്റിന് ശേഷം ബീഫ്
ബീഫ് പാകമായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലൽപ്പം വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് ആ ചൂടോടുകൂടി ഒരു 10-15 മിനിറ്റോളം ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോഴേക്കും തേങ്ങയും ബീഫെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും.